ഹായ് ഫ്രണ്ട്സ്, പിപ്പീസ് വ്ളോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലെ ഒരു സംഭവ ബഹുലമായ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ്. അതായത് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മറൈൻ ഡ്രൈവിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ മുത്തപ്പൻ ഗ്രൗണ്ടിൽ, എറണാകുളം മുത്തപ്പൻ ഗ്രൗണ്ടിൽ ഇവർ തന്നെ DJ തന്നെ വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്തൊരു ഭയങ്കര സംഭവം ഉണ്ടായിരുന്നു. അത് നയാഗ്ര വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള സംഭവങ്ങളായിരുന്നു അന്ന് അവർ സെറ്റ് ചെയ്തത് 4 മാസങ്ങൾക്ക് മുമ്പ്. അതായത് ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിൽ. ഇത് ഓണ വെക്കേഷൻ ടൈമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജാണ്. അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിന് കാഴ്ചകൾ എന്താണ് എന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ഏകദേശം ഒരു 7:30-8 മണിയായപ്പോഴാണ് ഞങ്ങൾ എറണാകുളത്ത് എത്തിയത്. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റ് എടുക്കുന്ന ക്യൂവിലാണ് നിങ്ങൾ ഈ കാണുന്നത്. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 200 രൂപയാണ്. നമ്മൾ 3 പേരുണ്ടായിരുന്നു. ഞാനും വൈഫും മകളുമാണ് ഉണ്ടായത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽ കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. എന്തായാലും ഞങ്ങൾ 3 പേരും ആ ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലണ്ടൻ ബ്രിഡ്ജ് എന്നുള്ള നെയിം ബോർഡ് കാണാൻ സാധിക്കും. ടൈല് വിരിച്ച നല്ല മനോഹരമായൊരു എന്താ പറയുന്ന ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള, ഒരു പാർക്ക് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള, അതിമനോഹരമായിട്ട് തന്നെ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. എന്തായാലും ആസ്വദിക്കാൻ പറ്റിയ ബ്രിഡ്ജിൻ്റെ ഫ്രണ്ട് വശങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലണ്ടനിൽ തങ്സ് നദിക്ക് കുറുകെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഒരുപാട് ടൂറിസ്റ്റുകൾ, മലയാളികൾ വരെ ലണ്ടനിൽ പോകുമ്പോൾ ഇവിടെ നിന്നുള്ള ഫോട്ടോസും വീഡിയോസുകളും നമ്മൾ പല സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിന്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾക്ക് എറണാകുളം മറൈൻ ഡ്രൈവിൽ തന്നെ അതിനുള്ള സൗകര്യം DJ ഒരുക്കിയിരിക്കുന്നു. കുറച്ച് ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ അവർ ആ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ പുറമെ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിലേക്ക് കയറുന്ന പടിയിലൂടെ ഞാൻ പതുക്കെ നടന്ന് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്താണ് ഇവിടുത്തെ സംഭവം, എന്താണ് ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ വെക്കേഷനിൽ നമ്മളെ ആസ്വദിപ്പിക്കാൻ വേണ്ടി, നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവിടെ DJ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ്. പുറത്തോട്ട് നോക്കുമ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തതും അതേപോലെ തന്നെ ഒരുപാട് പേര് ഈ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാം. അതിമനോഹരമായ ആ ലൈറ്റിലൂടെ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിന്റെ സൗന്ദര്യം നന്നായിട്ട് ആസ്വദിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ആ ബ്ലൂ കളറിലെ ലൈറ്റൊക്കെ നമ്മളെ ബ്രിഡ്ജിന് ഒരുപാട് സൗന്ദര്യം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെയും വലിയ ആഗ്രഹം ലണ്ടനിൽ പോകണം. ഇതേപോലെ ഈ ലണ്ടൻ ബ്രിഡ്ജിന്റെ തൊട്ടടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറൈൻ ഡ്രൈവിൽ ഇങ്ങനൊരു സംഭവം DJ കൊണ്ടുവന്നത്. എന്നാലും 200 രൂപയല്ലേ, എന്തായാലും ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. ഞാൻ ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അവസാനം നേരെ താഴേക്ക് ഇറങ്ങി, ബ്രിഡ്ജിന്റെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അതിമനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിടിലൻ വൈബാണ് അതിൻ്റെ അകത്തേക്ക്. എത്ര കണ്ടാലും മതിവരാത്ത, എത്ര പറഞ്ഞാലും മതിവരാത്ത അതിമനോഹരമായൊരു റോഡ്. യൂറോപ്യൻ രാജ്യങ്ങളിലാണ് നമ്മൾ ഇതേപോലെയുള്ള റോഡുകളും അതേപോലെയുള്ള മരങ്ങളും കളർഫുള്ളായിട്ടുള്ള ഇലകളും ഒക്കെ കൂടിയ ആ ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്, അല്ലേ? ഇപ്പം ലണ്ടൻ എന്ന് പറയുമ്പോൾ ആ ലണ്ടന്റെ സൗന്ദര്യം നിലനിർത്തുന്ന രീതിയിൽ തന്നെയാണ് അവർ ആ റോഡും ഒക്കെ നിലനിർത്തിയിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു റോഡ്. ഇത് കണ്ടില്ലേ, ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ, എന്ത് രസകരമായിട്ടാണ് അവർ ആ ഒരു നെയിം ബോർഡൊക്കെ വെച്ചേക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചേക്കുന്നത് എന്നുള്ളതാണ്. ഞാനും മകളും ആയാലും വൈഫായാലും ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച ഒരു ഏരിയ ഈ DJയുടെ ഈ ലൊക്കേഷനിലാണ്. എത്രത്തോളം ഫോട്ടോസ് എടുത്തിട്ടും എത്രത്തോളം വീഡിയോസ് എടുത്തിട്ടും നമുക്ക് മതി വരുന്നില്ല. കാരണം അത്ര മനോഹരമായിട്ടാണ് ലൈറ്റൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത്. ആ പൂക്കളും അല്ലെങ്കിൽ ആ ഇലകളുടെ കളറുകൾ അതിമനോഹരമാണ്. ഓരോ ലൈറ്റും മാറി മാറി വരുമ്പോൾ അതിൻ്റെ സൗന്ദര്യം ഏറെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. വീഡിയോസ് എടുക്കാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഞങ്ങൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു. ആ മത്സരത്തിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതായത് ഓരോ ലൈറ്റിന്റെ ഇടയിലും ഓരോ ഫോട്ടോസ് എടുക്കുമ്പോൾ വ്യത്യസ്ത കളറുകളായിട്ട് നമുക്ക് കാണുകയും വ്യത്യസ്ത സൗന്ദര്യത്തോടു കൂടി നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാൻ പറ്റുന്ന അതിഗംഭീരമായ ഒരു കിഡിലൻ ലൊക്കേഷനാണ് ഇവിടെ DJ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ കുട്ടികളെയും കൂട്ടി നിങ്ങൾ സുന്ദരമായിട്ട് ഇവിടെ വരാം. നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് ഈ മറൈൻ ഡ്രൈവിൽ പോകാൻ സാധിക്കും. അപ്പോൾ കയറി അകത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരു സ്റ്റേജും അതേപോലെ ഫോട്ടോസ് എടുക്കാവുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള കിടിലൻ ഒരു കാഴ്ചയും കൂടി നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നു. ആ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം, ലൈഫ് എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം. കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ ഇതേപോലുള്ള കാഴ്ചകൾ കാണണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഞങ്ങളിവിടെ ചെലവഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ ചെന്നാലും അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് മറ്റൊരു വൈബാണ്. അപ്പോൾ ഓരോ ലൊക്കേഷനും നമ്മളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്ര നേരം കണ്ടത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കാഴ്ചകളാണെങ്കിൽ ഇനി നമ്മൾ കാണുന്നത് സാധാരണ എക്സിബിഷനിൽ കാണുന്ന പോലുള്ള കുറച്ച് സംഭവങ്ങളാണ്. പിന്നീട് കണ്ടത് ഗെയിമാണ്. ആ ഗെയിം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം DJയുടെ സ്പോട്ടിൽ പോയ സമയത്ത് ഇതേപോലുള്ള ഗെയിമുകൾ കളിച്ചാണ്. പക്ഷേ നമുക്ക് വിൻ ചെയ്യാൻ പറ്റാത്തൊരു ഗെയിമാണെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം കളിച്ചില്ല. ഇടദിവസം ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. മാത്രമല്ല എക്സാം ടൈം അല്ലേ പിള്ളേരുടെ, അതുകൊണ്ടായിരിക്കാം ആളുകൾ വളരെ കുറവായിരുന്നു. ഗെയിമൊക്കെ അപൂർവം ചില ആളുകൾ കളിക്കുന്നുണ്ട്, പക്ഷെ വിന്നറാകുന്ന ഒരാളെ നമ്മൾ കണ്ടില്ല. അടുത്ത ഗെയിമായിട്ടാണ് ഈ ചേട്ടൻ നിൽക്കുന്നത്. 6 റിങ് വെച്ചിട്ടുള്ള കളി. അതും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കളിച്ചു, വൻ പരാജയത്തിലേക്ക് ഞങ്ങൾ പോയി. ഇവിടെ പലരും കളിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നോക്കിയിരുന്ന സമയത്തൊന്നും ഒരാൾക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ബോൾ എറിഞ്ഞ ആ ഗ്ലാസ്സുകളെല്ലാം വീഴ്ത്തുകയാണെങ്കിൽ അവിടെ ഗിഫ്റ്റ് ഉണ്ട്, പക്ഷെ ആരും അത് എറിഞ്ഞ് വീഴ്ത്തിയതായിട്ട് പൂർണ്ണമായിട്ട് വീഴ്ത്തിയായിട്ട് കണ്ടില്ല. അങ്ങനെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരാനുള്ള പുറപ്പാടിലാണ്. ഞങ്ങൾ പുറത്തേക്ക് നടക്കുന്നു. അപ്പോഴാണ് ഇവിടെ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ ഗോസ്റ്റ് ഹൗസും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഗോസ്റ്റ് ഹൗസിൽ കയറിയിട്ട് എനിക്കൊരു പേടിയും തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ ആ ഗോസ്റ്റ് ഹൗസിൽ കയറിയില്ല. വെറുതെ കൊണ്ടുപോയി പൈസ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതേപോലുള്ള കാഴ്ചകളും കണ്ട് തിരിച്ച് ഇനി പോകാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. 200 രൂപ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ആ 200 രൂപക്കുള്ള ഒരു കാഴ്ചയുണ്ടോ എന്ന് ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോൾ രണ്ടുപേർക്കും തോന്നിയ ഒറ്റ കാര്യമുള്ളത്, ഒരു 150 രൂപയാണെങ്കിൽ അത് ന്യായമായ പൈസയാണെന്ന് നമുക്ക് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം DJ സെറ്റ് ചെയ്ത ഈ എക്സിബിഷന് 150 രൂപ ഈ പ്രാവശ്യം അവർ ലണ്ടൻ ബ്രിഡ്ജ് കൊണ്ടുവന്നു. അപ്പോൾ അത് 200 ആക്കി. പക്ഷെ 200 രൂപക്കുള്ള കാഴ്ചകളില്ല എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോധ്യപ്പെട്ടു. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്യാനും കൂടാതെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക്സ്.